DS റേ, രാഹുൽ സദാശിവൻ ചിത്രം. ചിത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ ഹൊറർ മൂവിയാണ്. അത് ഡീസൻ്റ് ആയിട്ട് ഈ വന്ന കാലഘട്ടത്തിൽ മലയാളത്തിൽ നിന്ന് എടുത്തു വെച്ചൊരു ഡീസൻറ്റ് മൂവി തന്നെയാണ്. ചിത്രത്തിൻ്റെ ഏറ്റവും പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് കാസ്റ്റിംഗ് ആണ്. എടുത്തു പറയുന്നത് പ്രണവിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. കാരണം അഭിനയിക്കാൻ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ പുള്ളിക്ക് യാത്രകൾ തന്നെയാണ് നല്ലത് എന്ന് പറയുന്നവർക്കെതിരെ പുള്ളിക്ക് കൊടുക്കാൻ പറ്റിയൊരു നല്ല മറുപടി തന്നെയാണ്. വലിച്ചുവാരി പടങ്ങൾ ചെയ്യാതെ 2 കൊല്ലത്തിലൊരു സിനിമ എന്ന രീതിയിൽ ഇങ്ങനെ തന്നെ അടുത്തൊരു എടുത്തു പോയാൽ പ്രണവിൻ്റെ ഒരു അഭിനേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇതിലും മികച്ച രീതിയിലേക്ക് ഉയർന്നു വരാൻ സാധിക്കും. പ്രണവിൻ്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും. കാരണം ഇതിനകത്ത് മിക്ക ഷോട്ടും പുള്ളിയുടെ ക്ലോസപ്പ് വെച്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു നടനെ സംബന്ധിച്ച് ഒരു സിനിമയിലെ ഒരു 15-മുക്കാൽ സീനും ഒരു ക്ലോസപ്പിൽ അഭിനയിച്ച് തീർക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പ്രണവ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കി കാസ്റ്റിലോട്ട് പോകുകയാണെങ്കിൽ അരുൺ വളരെ മികച്ച രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ നമുക്ക് ഇങ്ങനൊരു പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്തില്ല. വളരെ നാച്ചുറലായിട്ട് നമ്മളെ ഭീതിയിലാക്കുന്ന രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിനകത്ത് മധു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. പുള്ളിയും വളരെ മികച്ച രീതിയിൽ നമുക്കത് സൂപ്പറായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് പുള്ളിയും ചെയ്തിട്ടുള്ളത്. ഒരു ഫീമെയിൽ ക്യാരക്ടറിന്റെ സാന്നിധ്യത്തിലോട്ട് വരുമ്പോൾ ജയ ഗ്രൂപ്പ് എന്ന ആക്ട്രസ് വളരെ മികച്ച രീതിയിൽ അല്ലെങ്കിൽ ഗംഭീര പെർഫോമൻസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ഈ സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. രാഹുൽ സദാശിവത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന സിനിമയിലെ ഒരു ഹൊറർ ബേസ്ഡ് സിനിമയാണ്. പക്ഷേ ആ ജേണൽ വളരെ ഭംഗിയായി തുടർച്ചയായി ചെയ്തു വന്നപ്പോഴും അതിലെവിടെയും ക്വാളിറ്റിക്ക് ഒരു പ്രശ്നം വരാതെ, എന്നാൽ ചെയ്തു വരുമ്പോഴെല്ലാം ഒരു പടി മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് പുള്ളി ചെയ്തു വെച്ചത്. അത് ഈ സിനിമയിൽ നമുക്ക് ആ ക്വാളിറ്റി, ആ മേക്കിംഗ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി തന്നെയാണ്. ഈ സിനിമ നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസിന് മസ്റ്റ് വാച്ച് ആവാൻ മെയിൻ കാരണം എന്ന് അതിൻ്റെ മ്യൂസിക്കാണ്. അതിൽ ക്രിസ്റ്റോഫ് സേവർ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തു. ഒരു ജേണൽ തന്നെ ചെയ്താണ് പുള്ളി ഇപ്പോൾ ഒരു ബ്രാൻഡ് ഡയറക്ടർ എന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വട്ടത്തെ സ്റ്റേറ്റ് അവാർഡിലും പുള്ളിക്ക് ഒരു ചാൻസ് ഉണ്ട്. ബ്രഹ്മയുഗത്തിന് കിട്ടട്ടെ എന്ന് ആശംസിക്കും. ഡേ ബൈ ഡേ നമ്മുടെ മോളിവുഡ് സിനിമകളുടെ ക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള നല്ല സിനിമകൾ വരട്ടെ എന്ന് ആശംസിക്കും.